ഇത് അഗ്ലോണിയം പ്ലാന്റ്സിൻ്റെ കട്ട് ചെയ്തിട്ട് ഞാൻ വെച്ച് കൊടുത്തൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ കാണിക്കുകയാണ്. ഇത് കാണിക്കാൻ കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇന്നലെ ഒരു കമൻറ്റ് ഇട്ടിരുന്നു. അപ്പോൾ അവർ അഗ്ലോണിയം പ്ലാന്റ്സ് കട്ട് ചെയ്തിട്ട് നട്ട് കൊടുത്തിട്ട് പ്ലാന്റ്സ് ഒരു ഉഷാറില്ല, അപ്പോൾ എങ്ങനെയാണ് വേര് പിടിപ്പിക്കാമെന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ. അപ്പോൾ ഞാൻ അതിന് കമൻറ്റിലൂടെ എത്രത്തോളം മറുപടി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ അഗ്ലോണിയം പ്ലാന്റ്സ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാഫ് എന്ന ഫംഗിസൈഡ് നമ്മളെ കയ്യിൽ എന്തായാലും വേണം. ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ അഗ്ലോണിയം പ്ലാന്റ്സ് നട്ട് കൊടുക്കുന്ന പ്ലാന്റ് നമുക്ക് ചീഞ്ഞു പോകില്ല, നന്നായിട്ട് വേര് പിടിക്കും. അപ്പോൾ ആദ്യം വേണ്ടത് നമുക്ക് സാഫാണ്. രണ്ടാമത്തെ വേണ്ടി നല്ലൊരു പോട്ടി മിക്സിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത്. കാരണം മണ്ണ്, മണൽ, ചാണകപ്പൊടി, അതുപോലെ തന്നെ കൊക്കോപിറ്റ, പെർലൈറ്റ്, ഇത് 5 ആഡ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സിലാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത്. ഇനി പെർലൈറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഉമി ഉപയോഗിക്കാം. അതിൻ്റെയൊക്കെ ഇതിൽ തന്നെ വീഡിയോയിൽ ഞാനൊരു പിക്ചർ ഇടും. ആ പിക്ചറിൽ ഉണ്ടാകും ഉമി, അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചാണകപ്പൊടി വേണമെങ്കിൽ, അതുപോലെ തന്നെ പെർലൈറ്റ് വേണമെങ്കിലൊക്കെ അതിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുന്ന കേട്ടോ. അതും എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ വാങ്ങുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചിരുന്നു. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന നമ്മളൊരു പ്ലാന്റ്, അത് ഹൈബ്രിഡ് ആയിക്കോട്ടെ നാടൻ അഗ്ലോണിമ പ്ലാന്റ് ആയിക്കോട്ടെ, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ സാഫ് അപ്ലൈ ചെയ്യണം കേട്ടോ. നമ്മൾ എടുക്കുന്ന ആ ഒരു കട്ടിങ്സ്, അതായത് തൈൻ്റെ മുകളിലും അതുപോലെ തന്നെ എടുത്ത ഭാഗത്തും നമ്മൾ സാഫ്, അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സാഫ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരില്ല, നന്നായിട്ട് വേര് വരും. പിന്നെ ഈ പറയുന്ന പോട്ടി മിക്സ് പറയുന്നത് നല്ല വായുസഞ്ചാരമുള്ള, നല്ല ലൂസായിട്ടുള്ള, നല്ല എന്താ പറയുക, വെള്ളം വാർന്നു പോകുന്നൊരു പോട്ടി മിക്സാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ, കൊക്കോപിറ്റും ചാണകപ്പൊടിയും പെർലൈറ്റും എല്ലാം പിന്നെ അതുപോലെ തന്നെ മണലൊക്കെ സമത്തിലെടുത്തിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സിൽ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇത് ചീഞ്ഞു പോകുകയില്ല, നന്നായിട്ട് വേര് പിടിക്കും. ഇത് ഞാനൊരു കട്ടിങ്സ് എടുത്തിട്ട് അതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ട് താഴെ വെച്ച് കൊടുത്തതാണ്. ഇപ്പോൾ ഇത് നന്നായി പിടിക്കുന്നത്. ഇതിപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ ഈ റെഡ് അഗ്ലോണിമ ഞാൻ വെച്ച് കൊടുത്തിട്ട്. അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ അത് പിടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു സ്ഥലത്തുനിന്ന് ഞാനൊരു കട്ടിങ്സ് എടുത്തിട്ട് ഈ അടുത്തൊരു വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ അവിടെ ഞാൻ സാഫ് അപ്ലൈ ചെയ്ത് അതിൻ്റെ കട്ടിങ്സ് ഇത് ചട്ടിയിൽ തന്നെ നട്ട് കൊടുത്ത് കണ്ടവരും മനസ്സിലാവും. അപ്പോൾ ഈ കട്ടിങ്സ് എടുത്ത ആ ഒരു ഭാഗമല്ലേ നീല കാണുന്ന അതാ സാഫ്, അവിടെ നമുക്ക് 2-3 ബേബി പ്ലാന്റ് വരും. പിന്നെ നമുക്ക് ഈ തൈ പിടിച്ച് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് തൈകൾ അഗ്ലോണിമ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. നോഡ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. നോഡ് വെച്ചിട്ട് നമുക്കൊരു അഗ്ലോണിയം പ്ലാന്റ്സ് തണ്ട് നീണ്ടു പോകുകയാണെങ്കിൽ മുകൾ ഭാഗത്തുനിന്ന് നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് അത് നമുക്ക് പുതിയ തൈകളാക്കാം. പിന്നെ ആ നോഡ് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് അതും മണ്ണിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിച്ച് കിട്ടുന്നൊരു പ്ലാന്റാണ്. പെട്ടെന്ന് വേര് വരും. നമ്മൾ